നമുക്കിന്ന് നാമദേവൻ്റെ കഥ കേൾക്കാം. അപ്പോൾ ഇടയ്ക്ക് പറഞ്ഞുകൊള്ളട്ടെ, കഥയിൽ ചോദ്യമില്ല. എല്ലാവർക്കും കഥ കേൾക്കുന്ന ഇഷ്ടമാണല്ലോ. അപ്പോൾ നമുക്ക് കേൾക്കാം നാമദേവൻ്റെ കഥ. പുണ്ടമപുരത്തിൽ വാമദേവൻ എന്ന ഒരു ശൂദ്രൻ ഉണ്ടായിരുന്നു. അയാൾ വളരെ ധനവാനായിരുന്നു. അയാൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ അയാളുടെ ഭാര്യ പറഞ്ഞു, ഭവാൻ എന്തിനു വേണ്ടിയാണ് വെറുതെ ബുദ്ധിമുട്ടുന്നത്? പുത്രന്മാരില്ല. ഈ ധനം ആരാണ് അനുഭവിക്കുന്നത്? ഭവാന്റെ അനുജന്മാർ മനസ്സിൽ വിചാരിക്കുന്നത് ഇവർക്ക് മക്കളില്ല, ഇവർ മരിച്ചാൽ ഇവരുടെ ധനമെല്ലാം നമുക്ക് തന്നെ എന്നാണ്. ഭാര്യ പറഞ്ഞത് കേട്ട് വാമദേവൻ പറഞ്ഞു, പ്രിയേ, എൻ്റെ മനസ്സിലുള്ളത് പറയാം. എൻ്റെ പ്രവൃത്തിയിൽ എനിക്ക് ശക്തിയുള്ളപ്പോൾ ഞാൻ ഉപേക്ഷിക്കില്ല. ഏത് ധനം ആര് അനുഭവിക്കുന്നു എന്ന് ആരും അറിയുന്നില്ല. എൻ്റെ ധനം കൊണ്ട് വളർന്ന എൻ്റെ സഹോദരന്മാർ ഇങ്ങനെയല്ലേ പറയുന്നത്. അതുകൊണ്ട് അവർ കൃതജ്ഞന്മാരാണ്. അവരുടെ അഭിപ്രായം നിഷ്ഫലമാക്കുവാൻ ഞാനൊരു ഉപായം പറയാം. ദിവസം തോറും സുകൃതം ചെയ്യൂ, സന്തതി ലഭിക്കും. പുത്രനുണ്ടായാൽ അവരുടെ വാക്കും നിഷ്ഫലമാകുമല്ലോ. എന്ത് പ്രവൃത്തി കൊണ്ടാണ് സുഹൃതം ഉണ്ടാകുന്നത്? അത് പറഞ്ഞു തന്നാൽ ഞാൻ അതുപോലെ ചെയ്യാം. എനിക്ക് സുഹൃതകർമ്മങ്ങൾ വിശേഷിച്ചു ഒന്നും അറിയില്ല. സാധുസേവ മുഖ്യമായ സുഹൃതമാണെന്ന് ഗുരു എനിക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട്. ആ ഉപദേശം മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നു മുതൽ സന്ധ്യാകാലത്തിൽ നമ്മുടെ ഗൃഹത്തിൽ വരുന്നവർക്ക് അഥവാ ആരും വന്നില്ലെങ്കിൽ നദീവക്കത്തോ വഴിയിലോ വല്ല സാധുക്കളും ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് അവർക്ക് അഭീഷ്ടമുള്ളത് കൊടുത്ത് അവരെ സേവിക്കാം. ചെലവ് ചെയ്യുന്നതിനെക്കുറിച്ച് നീ ചിന്തിക്കേ വേണ്ട. ഞാൻ ദിവസം തോറും സന്ധ്യയ്ക്ക് ഭീമാ നദിയുടെ തീരത്ത് വന്നിട്ടുള്ള സാധുക്കളെ നമസ്കരിച്ച് ധനമോ വസ്ത്രമോ വേണ്ടതെല്ലാം കൊടുത്ത് സന്തോഷിപ്പിക്കാം. വൃദ്ധദമ്പതികൾ അശക്തന്മാർ ആണെങ്കിലും സാധുസേവനത്തിൽ ശക്തരായി. കുറേക്കാലം കഴിഞ്ഞപ്പോൾ സാധുസേവയുടെ പ്രഭാവം കൊണ്ട് അവർക്കൊരു പെൺകുട്ടിയുണ്ടായി. കന്യക ജനിച്ചപ്പോൾ അവർ വളരെ സന്തോഷിച്ചു. സാധുസേവ ഫലിച്ചു എന്ന് കരുതി. കന്യകയ്ക്ക് അച്ഛൻ സുമതി എന്ന് പേരിട്ടു. അവളെ വാത്സല്യത്തോടെ വളർത്തി. അച്ഛനമ്മമാർ പിന്നെയും സാധുസേവ ഭക്തിയോടുകൂടി ചെയ്തുകൊണ്ടിരുന്നു. സുമതി വളർന്നു വന്നു. പ്രായമായപ്പോൾ പുത്രിയെ വിവാഹം കഴിപ്പിച്ചു. തൻ്റെ പുത്രനെപ്പോലെ പുത്രിയുടെ ഭർത്താവിനെ ഗൃഹത്തിൽ താമസിപ്പിച്ചു. 16 വയസ്സായപ്പോൾ പുത്രിയുടെ ഭർത്താവ് ജ്വരം കൊണ്ട് മരിച്ചുപോയി. ദമ്പതിമാർ വളരെ സങ്കടത്തോടുകൂടി നിലവിളിച്ചു. ഭഗവാനെ വിളിച്ച് കരഞ്ഞു. പുരവാസികൾ എല്ലാവരും വന്ന് വൃദ്ധരെ സമാധാനിപ്പിച്ചു. വാമദേവനും ഭാര്യയും പുത്രിയും കൂടി സാധുസേവ ചെയ്തുകൊണ്ടിരുന്നു. പുത്രിക്ക് രണ്ടാമത് വിവാഹത്തിന് വാമദേവൻ പത്നിയോട് അനുവാദം ചോദിച്ചു. ഭാര്യ സമ്മതിച്ചു. അത് കേട്ട പുത്രി ദുഃഖത്തോടുകൂടി കരഞ്ഞു പറഞ്ഞു, ഞാൻ ഇനി ഭർത്താവിനെ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഭർത്താവ് മരിച്ചതു മുതൽ ഞാനൊരു തപസ്വിനിയാണ്. ഞാൻ നിമിത്തം എൻ്റെ വംശത്തിന് ഒരു ദോഷവും വരുത്തുവാൻ സമ്മതിക്കുകയില്ല. നിങ്ങളെ സേവിച്ചുകൊണ്ടും സാധുസേവ ചെയ്തുകൊണ്ടും നിങ്ങളുടെ ദാസിയെപ്പോലെ നിഷ്ഠയോടുകൂടി ഈ ഗൃഹത്തിൽ ഞാൻ താമസിച്ചുകൊള്ളാം. അമ്മ അവളെ സമനിപ്പിച്ചു. ഞാൻ പറയുന്ന വാക്ക് നീ സ്വീകരിക്കുന്നില്ലെങ്കിൽ നിന്റെ അച്ഛൻ ബലാത്കാരമായി നിനക്ക് വിവാഹം നടത്തും. അങ്ങനെയാണെങ്കിൽ ഈ ഭീമാനദിയിൽ മുങ്ങി എൻ്റെ ജീവൻ ത്യജിക്കും. അമ്മയുടെ പാദങ്ങളാണ് ഇത്, സത്യമാണ്. പുത്രി പറഞ്ഞത് കേട്ട് ഭയപ്പെട്ട് അമ്മ മകളുടെ വിവാഹം അച്ഛനോട് പറഞ്ഞ് മുടക്കി. ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് വാമദേവൻ പുത്രിയുടെ വിവാഹ ആലോചന വേണ്ടാന്ന് വെച്ചു. അത് മേഘമാസ രാത്രിയായിരുന്നു. മഴ പെയ്തുകൊണ്ടിരുന്ന് വെള്ളം കൊണ്ടുവരുവാൻ കുടയെടുത്ത് സുമതി ഭീമാനദിയിലേക്ക് പോയി. വഴിയിൽ മഴ കൊണ്ട് ബുദ്ധിമുട്ടി വഴിയറിയാതെ അങ്ങുമിങ്ങും നടക്കുന്ന ഒരു അന്ധനെ അവൾ കണ്ടു. അവൾ അടുത്തു ചെന്ന് കാര്യം തിരക്കി. അയാൾ തപസ്വിയും വിഷ്ണുഭക്തനും ബ്രാഹ്മണനും വിശപ്പ് കൊണ്ടും മഴ കൊണ്ടും വിവശനുമാണെന്ന് അവൾക്ക് മനസ്സിലായി. അയാൾ കൃഷ്ണ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. സുമതി താഴ്മയോടെ ബ്രാഹ്മണനോട് പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ, ഇങ്ങോട്ട് വരൂ, ഞാൻ നിങ്ങളെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോകാം. ഞാൻ ശൂദ്ര സ്ത്രീയാണ്. എൻ്റെ അച്ഛൻ സാധുഭക്തനാണ്.
അതുകൊണ്ട് ഭവാനെ പൂജിക്കണം. സുമതിയുടെ വാക്ക് കേട്ട് ബ്രാഹ്മണൻ വിറച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ ഭദ്രേ, നിന്റെ ഗൃഹത്തിലേക്ക് ഞാൻ വരാം, എൻ്റെ ജീവൻ രക്ഷിക്കൂ. സുമതി ബ്രാഹ്മണനെ തൻ്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. ബ്രാഹ്മണനെ ആഹാരം കൊടുത്ത് സുഖമായി ഉറങ്ങാൻ ഒരു കിടക്ക വിരിച്ചു കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ മഴ മാറി സൂര്യൻ പ്രകാശിച്ചു. ഈ സമയത്ത് ബ്രാഹ്മണൻ എഴുന്നേറ്റ് സുമതിയെ പുത്രി പുത്രി എന്ന് വിളിച്ചു. സുമതി ബ്രാഹ്മണൻ്റെ അടുക്കൽ ചെന്ന് അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, അല്ലയോ വത്സേ, നിന്റെ അച്ഛൻ എവിടെ? വിളിക്കൂ, യാത്ര പറയട്ടെ, ഞാൻ പോകുന്നു. സുമതി അച്ഛനെ കൂട്ടിക്കൊണ്ടുവന്ന് ബ്രാഹ്മണനെ നമസ്കരിച്ച് ചോദിച്ചു, ഇനി എന്താണ് ചെയ്യേണ്ടത്? ബ്രാഹ്മണൻ അവളുടെ ഭക്തി കണ്ട് സന്തുഷ്ടനായിട്ട് പറഞ്ഞു, വത്സേ, ഇന്നലെ രാത്രി നീയാണ് എന്നെ രക്ഷിച്ചത്, നീ ഉടനെ പുത്രവതിയായിത്തീരും. ബ്രാഹ്മണൻ്റെ വാക്ക് കേട്ട വാമദേവൻ ദുഃഖിതനായി ബ്രാഹ്മണനെ നമസ്കരിച്ച് പറഞ്ഞു, ബ്രാഹ്മണശ്രേഷ്ഠ, ഭവാന്റെ വാക്ക് യുക്തമല്ല. ഇവളുടെ ഭർത്താവ് മരിച്ചുപോയി. ഇവൾ ഇനി ഒരു ഭർത്താവിനെ സ്വീകരിക്കുകയുമില്ല. അതുകൊണ്ട് ഇവൾ പുത്രവതിയായി തീരും എന്നുള്ള ഭവാന്റെ വാക്ക് എങ്ങനെ സത്യമാകും? അന്ധനായ ബ്രാഹ്മണൻ ദുഃഖിതനായി വാമദേവനോട് പറഞ്ഞു, എൻ്റെ ആശീർവാദം വ്യർത്ഥമായി ഭവിക്കില്ല. ഭഗവത് പ്രസാദം കൊണ്ട് ഇതുവരെ വ്യർത്ഥമായി ഭവിച്ചിട്ടുമില്ല. ഞാൻ ഭീമാനദിയുടെ തീരത്തിൽ പോയി ഗോവിന്ദസ്വാമിയെ പൂജിക്കും. ഭവാൻ എൻ്റെ വാക്ക് സത്യമാക്കും. ആ ബ്രാഹ്മണൻ നദീതീരത്ത് പോയി ഭഗവാനെ പൂജിച്ചു. ഒടുവിൽ ആഹാരവും ജലവും ഉപേക്ഷിച്ച് വിശപ്പും കൊണ്ട് ദാഹം കൊണ്ടും അയാൾ പരവശനായി തീർന്നു. അയാൾ തൻ്റെ ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ മരിക്കുവാൻ തന്നെ ഒരുങ്ങി. ഒരു ദിവസം ആ ബ്രാഹ്മണൻ അല്പം ഉറങ്ങി. സ്വപ്നത്തിൽ വെള്ള വസ്ത്രം ധരിച്ച് തുളസിമാലകൾ ധരിച്ച ഒരാൾ വന്ന് ബ്രാഹ്മണനോട് ചോദിച്ചു, നീ എന്തിന് ഖേദിക്കുന്നു? ബ്രാഹ്മണൻ തൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞു. ഭഗവാൻ ബ്രാഹ്മണനോട് പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ, എഴുന്നേൽക്കൂ, നിന്റെ അഭീഷ്ട സാധിക്കും. നാളെ രാവിലെ നിന്റെ ഈ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടാകും. അവൾക്ക് പുത്രനുണ്ടാകും. സ്വപ്നത്തിൽ ഭർത്തൃ സ്വരൂപനായിരിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സംഗമം ലഭിച്ചിട്ട് വിഷ്ണുഭക്തനായിരിക്കുന്ന പുത്രനെ അവൾ പ്രസവിക്കും. അവൾ പ്രസവിക്കുമ്പോൾ അവൾ പാപിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ അന്ധരായും കുഷ്ഠരോഗികളായും തീരും. ഭഗവാൻ പറഞ്ഞു. ബ്രാഹ്മണൻ ഉറക്കം ഉണർന്ന് വിസ്മയത്തോടുകൂടി സ്വപ്നം വിചാരിച്ചുകൊണ്ട് ബാക്കിയുള്ള രാത്രി കഴിച്ചു. പ്രഭാത സമയത്ത് എഴുന്നേറ്റ് നോക്കുമ്പോൾ അയാൾക്ക് കാഴ്ചയുണ്ടായിരുന്നു. അന്ധത്വം നീങ്ങിയതിനാൽ വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടുള്ള ദുഃഖം കൂടി അയാൾ അറിഞ്ഞില്ല. സന്തോഷത്തോടുകൂടി വാമദേവന്റെ ഗൃഹത്തിൽ പോയി അവനെ വിളിച്ച് സ്വപ്നം പറഞ്ഞു. തനിക്ക് കണ്ണുകൾ ഉണ്ടായത് കാണിച്ചു കൊടുത്തു. വാമദേവൻ ഇതെല്ലാം കേട്ട് സന്തോഷിച്ചു. ജനങ്ങളിൽ നിന്നുള്ള ഭയത്തോടുകൂടി ഗോവിന്ദ പ്രതിമ ഗൃഹത്തിൽ സ്ഥാപിച്ച് പൂജിക്കുവാൻ തുടങ്ങി. കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ സുമതി സ്വപ്നത്തിൽ ഭർത്താവിനെ കണ്ടു. ആ രാത്രിയിൽ തന്നെ എഴുന്നേറ്റ് വരുവാൻ പോകുന്നത് ചിന്തിച്ച് വ്യസനത്തോടുകൂടി തലതാഴ്ത്തി നിൽക്കുമ്പോൾ അവളുടെ അമ്മ അവളോട് ചോദിച്ചു, എന്താണ് ഒരു കാരണവും കൂടാതെ നിനക്ക് മനസ്താപം ഉണ്ടായത്? എന്തുകൊണ്ടാണ് വ്യസനം? അവൾ സ്വപ്നവൃത്താന്തങ്ങൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ അമ്മ ബ്രാഹ്മണന്റെ വരദാനങ്ങൾ മുതലായവ അവളോട് പറഞ്ഞു. പുത്രി അത് കേട്ട് വിശ്വസിച്ച് സമാധാനത്തോടെ ദിനങ്ങൾ കഴിച്ചുകൂട്ടി. ഗോവിന്ദ ഭജനവും സാധുസേവയും ചെയ്ത് അവർ 3 പേരും 10 മാസം കഴിച്ചു. ഒരു ദിവസം രാത്രി സുമതി ഒരു പുത്രനെ പ്രസവിച്ചു. വാമദേവൻ വരദാനം ഓർത്ത് സന്തുഷ്ട ചിത്തനായി ഭാര്യയോട് പറഞ്ഞു, ഇവന് നാമദേവൻ എന്ന് പേരിടാം. പുത്രിയുടെ പുത്രൻ തന്നെയാണ്. പിറ്റേ ദിവസം രാവിലെ വാമദേവൻ ബ്രാഹ്മണ ഗൃഹത്തിൽ പോയി ദാനങ്ങൾ ചെയ്യാനായി പുരോഹിതനെ വിളിച്ചു. പുരോഹിതൻ വാമദേവനെ നോക്കി നിന്ദയോടുകൂടി ചിരിച്ചു. അവിടെ ഉണ്ടായിരുന്നവർ എല്ലാവരും ചിരിച്ചു. അവൾ വ്യഭിചാരിയാണെന്ന് അവർ ചിന്തിച്ചു. എങ്കിലും അവർ വാമദേവന്റെ കൂടെ പോയി. വാമദേവൻ അവരെ യഥായോഗ്യം പൂജിച്ചു. വാമദേവൻ ക്രമേണ വളർന്ന് മണ്ണിൽ കളിക്കുവാൻ തുടങ്ങി. ചെറിയ കുട്ടികളോടുകൂടി മണ്ണുകൊണ്ട് ഭഗവത് രൂപം ഉണ്ടാക്കി ദിവസം തോറും ഭഗവത് പൂജയും ചെയ്തു. നാമദേവന് 7 വയസ്സായി. ഒരിക്കൽ വാമദേവന് പുറത്തേക്ക് പോകേണ്ടി വന്നു. അവൻ നാമദേവനെ വിളിച്ചു പറഞ്ഞു, വത്സ, ഞാൻ കച്ചവടക്കാരത്തിന് പുറത്തേക്ക് പോകുന്നു. 3 ദിവസം താമസമുണ്ട്. നീ ദിവസം തോറും രാവിലെ എഴുന്നേറ്റ് പശുവിനെ കറന്ന് ശുചിയായിട്ട് ഗോവിന്ദന് നിവേദിക്കണം. എന്നിട്ട് നീയും ഭക്ഷണം കഴിക്കൂ. ഇത് എൻ്റെ ഒരു വ്രതമാണ്. നാമദേവൻ രാവിലെ എഴുന്നേറ്റു ആല്യകൾ കൊണ്ടൊരു പാത്രം ഉണ്ടാക്കി അതിൽ പശുവിനെ കറന്ന് ഗോവിന്ദമൂർത്തിയുടെ അടുത്ത് കൊണ്ടുപോയി വളരെ വിനയത്തോടു കൂടി പറഞ്ഞു, അല്ലയോ സ്വാമി,
എൻ്റെ മുത്തച്ഛൻ ദൂരദിക്കിലേക്ക് പോയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ ഇതാ പാൽ കൊണ്ടുവന്നിരിക്കുന്നു, ഇത് കഴിക്കൂ. നാമദേവൻ ഗോവിന്ദ പ്രതിമയുടെ അടുക്കൽ പാൽ കാണിച്ചു കൊടുത്തു. പ്രതിമ പാൽ കുടിച്ചില്ല. നാമദേവൻ ഭൂമിയിൽ വീണ് നമസ്കരിച്ചിട്ട് പിന്നെയും എഴുന്നേറ്റു. പിന്നെയും പ്രാർത്ഥിച്ചു. ഗോവിന്ദമൂർത്തി പാൽ കുടിച്ചില്ല. അപ്പോൾ നാമദേവൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഈ പാലിൽ മധുരം ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് സ്വാമി പാൽ കുടിക്കാത്തത്. പഞ്ചസാര ചേർക്കാം. പാലിൽ മധുരം ചേർത്ത് പാൽ എടുത്ത് പ്രതിമയുടെ അടുക്കൽ കൊണ്ടുപോയി. പാൽ കുടിച്ചില്ല. പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. പ്രതിമ പാൽ കുടിച്ചില്ല. അപ്പോൾ കുട്ടി ചിന്തിച്ചു, എന്നെ സ്വാമി അറിയില്ല, അതുകൊണ്ടായിരിക്കും ഞാൻ കൊടുത്ത പാൽ കുടിക്കാത്തത്. അവൻ പറഞ്ഞു, ഞാൻ വാമദേവന്റെ പുത്രിയുടെ പുത്രനാണ്. ഞാൻ ഈ ഗൃഹത്തിൽ തന്നെ താമസിക്കുന്നവനാണ്. ഞാൻ നിന്നെ അറിയും, നീ എന്നെ അറിയില്ലേ. പാൽ എടുത്തുകൊണ്ടുവന്ന് പ്രസാദിക്കണേ, ഈ പാൽ കുടിക്കൂ. പാൽ എടുത്തുകൊണ്ട് പറഞ്ഞു, പ്രസാദിക്കണേ, ഈ പാൽ കുടിക്കൂ. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പകൽ കഴിഞ്ഞു. പ്രതിമ പാൽ കുടിക്കാത്തത് കൊണ്ട് കുട്ടി ചിന്താപരവശനായി വിചാരിച്ചു, ഞാൻ ശുചിയായിട്ടില്ലെന്നുണ്ടോ, അതോ പാൽ അശുചിയാണോ, പാത്രം ശുചിയായില്ലെന്നുണ്ടോ, എന്തുകൊണ്ടാണ് ഗോവിന്ദൻ പാൽ കുടിക്കാത്തത്? ഞാൻ നാളെ രാവിലെ എഴുന്നേറ്റ് പാത്രം നല്ലവണ്ണം വെടിപ്പാക്കി ഞാനും കുളിച്ച് പശുവിനെ കറന്ന് മധുരം ചേർത്ത് കൊണ്ടുവരാം. എന്നാൽ നിശ്ചയമായും ഗോവിന്ദൻ പാൽ കുടിക്കും. ഇപ്പോൾ ഗോവിന്ദൻ വിശന്നിരിക്കുമ്പോൾ ഞാനും ഭക്ഷണം കഴിക്കുന്നില്ല. നാമദേവൻ രാത്രിയിൽ ഒന്നും കഴിച്ചില്ല. അമ്മ നിർബന്ധിച്ചിട്ടും കഴിച്ചില്ല. അവൻ രാവിലെ എഴുന്നേറ്റ് ഗോവിന്ദമൂർത്തിയുടെ ഗൃഹം വെടിപ്പ് വരുത്തി പശുവിനെ കറന്ന് കുളിച്ച് ശുചിയായി വന്നു. പാൽ പ്രതിമയുടെ അടുക്കൽ വെച്ചു. സ്വാമി, ഇനിയെങ്കിലും പാൽ കുടിക്കൂ. പ്രതിമ പാൽ കുടിച്ചില്ല. അപ്പോൾ പല്ല് തേക്കുകയും കുളിക്കുകയും ചെയ്തിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും പാൽ കുടിക്കാത്തത് എന്ന് കുട്ടി വിചാരിച്ചു. വെള്ളം കൊണ്ടുവന്ന് പ്രതിമയെ നല്ലവണ്ണം കുളിപ്പിച്ച് നല്ല വസ്ത്രവും നല്ല ഉടുപ്പും ഉടുപ്പിച്ചു. മുമ്പിൽ നിന്ന് കൈകൊണ്ട് പാൽ എടുത്ത് വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു, ഞാൻ ഇന്നലെ യാതൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് വളരെ വിശപ്പുണ്ട്, വേഗം പാൽ കുടിക്കൂ. പ്രതിമ പാൽ കുടിച്ചില്ല. ഇത് കണ്ടപ്പോൾ കുട്ടി ഉറക്കെ കരയുവാൻ തുടങ്ങി. ഗോവിന്ദ പ്രതിമയുടെ 2 കണ്ണുകളിൽ നിന്നും വെള്ളം ഒഴുകുന്നത് കണ്ട് കുട്ടി പറഞ്ഞു, എന്തിനാണ് കരയുന്നത്? ഈ പാൽ കുടിക്കൂ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്റെ മുമ്പിൽ വെച്ച് മരിക്കും. ഗോവിന്ദ പ്രതിമയുടെ വായിൽ പാൽ അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഗോവിന്ദ പ്രതിമ പാൽ കുടിച്ചു. നാമദേവൻ സന്തോഷത്തോടുകൂടെ പ്രതിമയോട് പറഞ്ഞു, അല്ലയോ ഗോവിന്ദ, പാൽ മുഴുവൻ കുടിച്ചു കഴിഞ്ഞുവോ? എനിക്കൊട്ടും വെച്ചിട്ടില്ലേ? നിന്റെ ഉച്ഛിഷ്ടം മുത്തച്ഛൻ ഞങ്ങൾക്കെല്ലാവർക്കും തരാറുണ്ടല്ലോ, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഗോവിന്ദമൂർത്തി ചിരിച്ചുകൊണ്ട് വായിൽ നിന്ന് പുറത്തേക്ക് പാൽ വിട്ടു. ആ കുട്ടി അത് കൈകൊണ്ട് വാങ്ങി അത് കുടിച്ചു. പിന്നെ അമ്മ കൊടുത്ത ഭക്ഷണ സാധനങ്ങളെല്ലാം ഭക്ഷിച്ചു. ഇത് കേട്ട് ചിലർ വിശ്വസിച്ചില്ല. ചിലർ ഭക്തവത്സലനാണ്, അതുകൊണ്ട് സത്യമായിരിക്കും എന്ന് പറഞ്ഞു. ചിലർ നാമദേവന്റെ ഗൃഹത്തിൽ വന്ന് ഈ കാര്യം സുമതിയോട് ചോദിച്ചു. കുറേ കാലം കഴിഞ്ഞപ്പോൾ വാമദേവൻ മരിച്ചു. ഭീമാ നദിയുടെ തീരത്ത് അവനെ ദഹിപ്പിക്കുവാൻ ചിതയിൽ അഗ്നി ജ്വലിപ്പിച്ചിട്ട് വാമദേവന്റെ ഭാര്യ സന്തോഷത്തോടുകൂടി അതിൽ പ്രവേശിച്ചു. അവനോടുകൂടി ദഹിച്ചു. നാമദേവൻ വളരെ ദുഃഖത്തോടുകൂടി അവർക്ക് വേണ്ട പിതൃക്രിയകളെല്ലാം ചെയ്തു. മുത്തച്ഛൻ സമ്പാദിച്ചിട്ടുള്ള ധനം കൊണ്ട് സാധുക്കളെ പൂജിച്ചു. അയാളും അമ്മയും ഭക്ഷണം കഴിച്ചു. സാധുക്കൾ തന്നെ വിഷ്ണു എന്ന് വിചാരിച്ചു. ഒരിക്കൽ ഏകാദശി ദിവസം ഒരു അത്ഭുതം ഉണ്ടായി. ഭീമാനദിയുടെ തീരത്ത് പണ്ഡരിപുര ക്ഷേത്രത്തിൽ ഭക്തന്മാർ കൂടി ഹരിവാസരം ഉപവസിച്ചു. രാത്രി ഉറക്കമൊടിച്ച് നൃത്തം ചെയ്ത് കീർത്തനം പാടുകയും ജഗന്നാഥനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു. അവരുടെ ഗീതനാദം കേട്ട് നാമദേവൻ വളരെ സന്തുഷ്ടനായി. അർദ്ധരാത്രിയിൽ ആ വിഷ്ണു മന്ദിരത്തിലേക്ക് പോയി. ആ വിഷ്ണു ഭക്തൻ ഉപവാസത്തോടുകൂടിയവനായിരുന്നു. പുറത്തുനിന്ന് ദേവനെ നമസ്കരിച്ചു. കാലിലിട്ടിരുന്ന മെതിയടി അടിച്ച് വസ്ത്രത്തിൽ കെട്ടി പുറത്ത് വെച്ചാൽ കള്ളന്മാർ കൊണ്ടുപോയി കളയുമെന്ന് വിചാരിച്ചു അകത്തുപോയി. കീർത്തനം ചൊല്ലി നൃത്തം ചെയ്തു. അപ്പോൾ വസ്ത്രത്തിൽ കെട്ടിയിരുന്ന മെതിയടി ഒരാൾ കണ്ടുപിടിച്ചു. എടാ മൂർഖ, ഇതെന്താണ് കാലിലിടുന്നത്? ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നത്. ഒരാൾ അവനെ അടിച്ചു, വേറെ ആൾ അവനെ പുറത്തു തള്ളി. നാമദേവൻ പുറത്തു വന്ന് വളരെ സന്തോഷിച്ചു പറഞ്ഞു, ഞാൻ ചെയ്ത തെറ്റിന് ഇവർ എന്നെ ശിക്ഷിച്ചത് വളരെ നന്നായി. എൻ്റെ ലോഭം കൊണ്ടല്ലേ ഞാൻ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ മെതിയടി കൊണ്ടുപോയത്. നാമദേവൻ ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്ത് പോയി നിന്ന് ഭക്തിയോടുകൂടി ഭഗവാനെ സ്മരിച്ചു. സന്തോഷാശ്രുക്കൾ കൊണ്ട് ഗൽഗത അക്ഷരത്തോടുകൂടി നൃത്തം ചെയ്തു. അപ്പോൾ എല്ലാവരും ഇത് ഭൂകമ്പമാണെന്ന് കരുതി ക്ഷേത്രം വീണുപോകുമോ എന്നുള്ള ഭീതി കൊണ്ട് പുറത്തേക്ക് ഓടി. ക്ഷണം കൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഇളക്കം മാറി. ക്ഷേത്രം നാമദേവൻ നിൽക്കുന്ന ദിക്കിലേക്ക്
മുഖമായി തിരിഞ്ഞു നിന്നു. എല്ലാവരും നാമദേവൻ അതിഭക്തിയോടുകൂടി തൊഴുതുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. അവർ എല്ലാവരും നാമദേവൻ്റെ സമീപത്ത് പോയി അവനെ സ്തുതിച്ചു. ഗുജറാത്തിലെ രാജാവ് മുസൽമാനായിരുന്നു. ആ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ചില ദുർജനങ്ങൾ പറഞ്ഞു, അല്ലയോ രാജാവേ, ഞങ്ങളുടെ ഗ്രാമത്തിൽ നാമദേവൻ എന്ന ഒരു ദുഷ്ടൻ ഞങ്ങളുടെ മുൻപിൽ വെച്ച് വളരെ ഡംഭത്തോടുകൂടി ഈശ്വരപൂജ നടത്തുന്നു. അതുകൊണ്ട് രാജാവ് അവനെ പരീക്ഷിക്കണം. ഞങ്ങൾ എല്ലാവരും രാജാവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ യജ്ഞിക്കാം. പിന്നെ അവൻ്റെ പൂജ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞിട്ട് ശാസിക്കാം. രാജാവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ട സഹായം നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം. രാജാവിൻ്റെ വാക്ക് കേട്ട് അവർ എല്ലാവരും കൂടി നാമദേവനെ ഉപദ്രവിക്കാൻ എന്താണ് മാർഗമെന്ന് തമ്മിൽ ആലോചിച്ചു. ഒരു പശു ചത്തുകിടക്കുന്നത് കണ്ട് ഒരാൾ പറഞ്ഞു, മരിച്ച പശുവിനെ നാമദേവൻ്റെ വീട്ടിൽ രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം കൊണ്ടുപോയി വയ്ക്കാം. അവൻ രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് വരാൻ വാതിൽ തുറക്കും. അപ്പോൾ ഈ പശു ചത്തതുപോലെ വീഴും. നാം എല്ലാവരും കൂടി കോലാഹലം ഉണ്ടാക്കാം. ഈ നാമദേവൻ ഇതാ ഒരു പശുവിനെ കൊന്നു എന്നും മറ്റും പറയാം. അവനെ നിന്ദിച്ച് രാജസന്നിധിയിൽ പോയി പറയാം, ദുഷ്ടനായ നാമദേവൻ ഒരു പശുവിനെ കൊന്നിരിക്കുന്നു. ഇവൻ ആ കൊന്ന പശുവിനെ ജീവിപ്പിക്കണം, അല്ലെങ്കിൽ അവൻ മുസ്ലിം ആകണം എന്നിങ്ങനെ ഒരു രാജകൽപ്പനയോടുകൂടി രാജഭൃത്യന്മാരെ കൂട്ടിക്കൊണ്ട് നമുക്ക് അവൻ്റെ സമീപത്ത് വരാം. അപ്പോൾ ദുഷ്ടബുദ്ധിയായ അവൻ എന്ത് പറയുമെന്ന് കാണാം. ആ രാത്രിയിൽ തന്നെ അവർ അപ്രകാരം ചെയ്തു. പ്രഭാതത്തിൽ എല്ലാവരും എഴുന്നേറ്റ് നോക്കി. നാമദേവൻ എഴുന്നേറ്റ് ഗോവിന്ദ പ്രതിമയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് വാതിൽ തുറന്നു. ചത്ത പശു താഴെ വീണു. നാമദേവൻ ഇത് കണ്ട് വിസ്മയിച്ചു. ഇത് എങ്ങനെ ഉണ്ടായി എന്ന് വിചാരിച്ച് പരിഭ്രമിച്ച് തൂണുപോലെ നിന്നു. അപ്പോൾ ദുഷ്ടന്മാർ എല്ലാവരും ഒത്തുകൂടി നാമദേവൻ ഇളകാതെ നിൽക്കുന്നു. നാമദേവനെ നിന്ദിച്ചുകൊണ്ട് അവർ തമ്മിൽ പറഞ്ഞു, ഇവൻ മഹാധൂർത്തനാണ്. ഇവൻ്റെ ഭക്തി ചിഹ്നങ്ങൾ വെറുതെയാണ്. അത് നമ്മളെ വഞ്ചിക്കുവാൻ വേണ്ടിയാണ്. എടാ, നീ എന്തിന് ഈ പശുവിനെ കൊന്നു? നിന്റെ സാധനങ്ങൾ എന്തെങ്കിലും ഈ പശു തിന്നുവോ? അത് തണുപ്പ് കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് നിന്റെ വാതുക്കൽ വന്നു, നീ അതിനെ കൊന്നു. അപ്പോൾ കൂട്ടത്തിൽ നിന്ന ഒരാൾ, ഈ പശു എൻ്റേതാണ് എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അവർ രാജഭവനത്തിലേക്ക് പോയി രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, എൻ്റെ പശുവിനെ നാമദേവൻ വടികൊണ്ടടിച്ചു കൊന്നു. ഇതെല്ലാവരും കണ്ടിട്ടുണ്ട്. മരിച്ച പശു അവൻ്റെ വാതിൽക്കൽ തന്നെ കിടക്കുന്നു. അതുകൊണ്ട് ആ ദുരാചാരം ചെയ്തവനെ ശിക്ഷിക്കേണ്ടതാണ്. അവൻ പറഞ്ഞത് കേട്ട് രാജാവ് ഭൃത്യന്മാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ നാമദേവൻ്റെ ഗൃഹത്തിൽ പോയി പശുവിനെ എന്തിനു കൊന്നു എന്ന് ചോദിക്കണം. ആ മരിച്ച പശു അവൻ്റെ അടുത്ത് കിടക്കട്ടെ. അതിനെ അവൻ ജീവിപ്പിക്കുന്നില്ലെങ്കിൽ അവൻ എന്നോടുകൂടി മുസ്ലിം ആകണം. അത് അവൻ സ്വീകരിക്കുന്നില്ലെങ്കിൽ അപ്പോൾ അവനെ കൊന്നുകളയണം. ഇതിൽ രണ്ടിലൊന്ന് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ പറയൂ. ഇതിൽ രണ്ടിൽ ഒന്ന് ചെയ്യുന്നത് വരെ നാമദേവനെ ഒരിടത്തും പോകുവാൻ സമ്മതിക്കേണ്ട. രാജകൽപ്പന കേട്ട് ഭൃത്യന്മാർ നാമദേവൻ്റെ അടുക്കൽ ചെന്ന് രാജാവ് പറഞ്ഞതെല്ലാം പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ നാമദേവൻ്റെ അമ്മ സുമതി വളരെ ഭയപ്പെട്ടു. ദുഃഖം കൊണ്ടും ഗൽഗതത്തോടുകൂടി കരഞ്ഞുകൊണ്ട് നാമദേവനോട് പറഞ്ഞു, അല്ലയോ പുത്ര, രാജാവ് ഉഗ്രശാസനനാണ്. നിന്നെ കൊന്നുകളയും. അതുകൊണ്ട് രാജാവിനെ തന്നെ ശരണം പ്രാപിക്കൂ. അമ്മ പറഞ്ഞത് കേട്ട് നാമദേവൻ ദുഃഖിതനായി. എങ്കിലും ദുഃഖമില്ലാത്തതിനെ പോലെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ ഈ പശുവിനെ കൊന്നിട്ടില്ല. ഇവർ വെറുതെ പറയുന്നതാണ്. എന്നെ കൊണ്ട് അമ്മ ദുഃഖിക്കേണ്ട. ഗോവിന്ദസ്വാമിയെ ശരണം പ്രാപിക്കൂ. ഞാൻ ഈ പശുവിനെ കൊന്നിട്ടില്ല. അവർ വെറുതെ പറയുന്നതാണ്. എന്നെ കൊണ്ട് അമ്മ ദുഃഖിക്കേണ്ട. ഗോവിന്ദസ്വാമിയെ ശരണം പ്രാപിക്കൂ. നാമദേവൻ അവൻ്റെ ഗൃഹത്തിലിരുന്നു. ഭക്തന്മാരെല്ലാവരും കൂട്ടി രാത്രിയിൽ മരിച്ച പശുവിനെയും വെച്ച് അതിൻ്റെ ചുറ്റും എല്ലാവരും ഇരുന്നു. ശ്രീകൃഷ്ണനെ ധ്യാനിച്ചുകൊണ്ട് ഏകാഗ്രചിത്തനായി കീർത്തനങ്ങൾ പാടുവാൻ തുടങ്ങി. നാമദേവൻ പാടിക്കൊണ്ടിരുന്നു. പിറ്റേ ദിവസം മധ്യാഹ്ന സമയമായി ഭഗവാൻ പശുവിനെ ജീവിപ്പിച്ചു. നാമദേവൻ സന്തോഷത്തോടുകൂടി ആനന്ദാശ്രുക്കളോടെ പറഞ്ഞു, പശു ഇതാ ജീവിച്ചു. ഇതിനെ സ്വീകരിച്ച് പ്രസാദിക്കുക. ഇതാ ഞാൻ നമസ്കരിക്കുന്നു. ആ പശു ഇതെൻ്റെ പശുവാണെന്ന് പറഞ്ഞ ആ ദുഷ്ടനെ കൊമ്പുകൾ കൊണ്ട് കുത്തി. അപ്പോൾ അവൻ ഭൂമിയിൽ വീണു. അവൻ വീണത് കണ്ടപ്പോൾ മറ്റുള്ളവർ 4 ദിക്കിലേക്ക് ഓടിപ്പോയി. നാമദേവൻ ആ ദുഷ്ടൻ വീണ് കിടക്കുന്നത് കണ്ടിട്ട് അവനെ വേഗം എടുത്ത് തൻ്റെ മടിയിൽ കിടത്തി വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ആ പശു തൻ്റെ കുട്ടിയെ കാണാതെ നിലവിളിച്ചു. ആ പശുവിൻ്റെ കുട്ടി കരഞ്ഞുകൊണ്ട് ഓടി വന്ന് പശുവിൻ്റെ മുല കുടിക്കുവാൻ തുടങ്ങി. പശു സ്നേഹത്തോടെ കുട്ടിയെ നോക്കി. ഇത് കണ്ടിട്ട് രാജഭൃത്യന്മാർ ഓടിപ്പോയി രാജാവിനോട് പറഞ്ഞു. രാജാവ് ഇത് കേട്ട് അവിടെ വന്ന് അതെല്ലാം കണ്ട് സന്തുഷ്ടനായ നാമദേവനോട് പറഞ്ഞു, അല്ലയോ നാമദേവ, നീ സാധു തന്നെയാണ്. നീ
എന്നെ കൊണ്ട് എന്താണ് ആഗ്രഹിക്കുന്നത് പറയുക. നാമദേവൻ തൊഴുതുകൊണ്ട് പറഞ്ഞു, അല്ലയോ രാജാവേ, എനിക്ക് ധനം കൊണ്ട് കാര്യമില്ല. എനിക്ക് ഗോവിന്ദസ്വാമി ഭക്ഷണം തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൃതാർത്ഥനാണ്. നാമദേവൻ പറഞ്ഞത് കേട്ട് രാജാവ് വിശേഷമായ ഒരു കിടക്ക കൊടുത്തു. ഇത് എൻ്റെ സന്തോഷത്തിന് വേണ്ടി സ്വീകരിക്കൂ. നാമദേവൻ അത് വാങ്ങി അപ്പോൾ തന്നെ നദിയിൽ എറിഞ്ഞു. സ്നാനവും പൂജയും മറ്റും കഴിച്ച് ഭക്തന്മാരോട് കൂടി ഭക്ഷണം കഴിച്ചു. സന്തോഷത്തോടുകൂടി ഗോവിന്ദ കീർത്തനം ആലപിച്ചു കഴിഞ്ഞു. കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ കിടക്ക നദിയിൽ കളഞ്ഞതായി ആരോ പറഞ്ഞ് രാജാവ് കേട്ട് നാമദേവനെ വരുത്തി ചോദിച്ചു, ഞാൻ തന്ന ആ പഴയ കിടക്ക ഇങ്ങോട്ട് തരൂ, പുതിയ കിടക്ക ഞാൻ അങ്ങോട്ട് തരാം. നാമദേവൻ രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, എൻ്റെ കൂടെ വരിക. ഏത് കിടക്കയാണ് എനിക്ക് തന്നത് അത് നോക്കി നിശ്ചയിച്ചിട്ട് എടുത്തുകൊള്ളുക. നാമദേവൻ രാജാവിനെ കൂട്ടിക്കൊണ്ട് നദീതീരത്ത് പോയി ജലത്തിൽ നിന്ന് ധാരാളം കിടക്കകൾ എടുത്തു കരയിലിട്ടു. അപ്പോൾ രാജാവ് തൻ്റെ കിടക്ക ഏതാണെന്ന് അറിയാതെ പരിഭ്രമിച്ചു. നാമദേവനെ തൊഴുതു പറഞ്ഞു, ഞാൻ ചെയ്ത അപരാധത്തെ ക്ഷമിക്കൂ. രാജാവ് വിളംബരം ചെയ്തു, നാമദേവൻ എൻ്റെ ഇഷ്ടനാണ്. അവനെ ആര് ദേഷിക്കുന്നുവോ അവർ എൻ്റെ ശത്രുക്കളാണ്. അവരെ ഞാൻ ശിക്ഷിക്കും. ഒരു ദിവസം ആ ഗ്രാമത്തിലെ ഒരു ഗൃഹം തീപിടിച്ചു. കാറ്റിൻ്റെ ശക്തി കൊണ്ട് നാമദേവൻ്റെ ഗൃഹവും തീപിടിച്ചു. ജനങ്ങൾ തീ കെടുത്തുവാനായി വന്നു. നാമദേവൻ അവരെ തടഞ്ഞു. നാമദേവൻ ഗോവിന്ദപ്രതിമ എടുത്തുകൊണ്ടുവന്ന് അത് സന്തോഷത്തോടുകൂടി പറഞ്ഞു, എനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി. മഹാഭാഗ്യം, മഹാഭാഗ്യം. ഗോവിന്ദപ്രതിമ ഒരു സ്ഥലത്ത് വെച്ച് അതിൻ്റെ മുമ്പിൽ നിന്ന് തമ്പുരെടുത്തുകൊണ്ട് പാടുവാനും ആടുവാനും തുടങ്ങി. ഗൃഹം മുഴുവനും ക്ഷണം കൊണ്ട് ദഹിച്ച് ഭസ്മമായി. അപ്പോൾ ഭസ്മയെല്ലാം വാരിക്കളഞ്ഞ് ഗോവിന്ദസ്വാമിയെ അവിടെ കൊണ്ടുപോയി വെച്ച് അമ്മയോടുകൂടി ഇരുന്നു. കുറേ ദിവസം കഴിഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞതുകൊണ്ട് നാമദേവൻ ഗൃഹമുണ്ടാക്കുവാൻ തുടങ്ങി. അവിടെ പോയി ചില മരങ്ങളും മുളകളും കൊണ്ടുവന്ന് ഒരുവിധം കെട്ടിയുണ്ടാക്കി. പുറമേയുവാനായി വൈക്കോൽ അന്വേഷിച്ചപ്പോൾ എങ്ങും കിട്ടിയില്ല. നാമദേവൻ്റെ അമ്മ ഇത് കണ്ട് പറഞ്ഞു, കുഞ്ഞേ, ഈ പുരമേഞ്ഞില്ലല്ലോ. വെയിലും കാറ്റും കൊണ്ട് എങ്ങനെയാണ് ഇതിലിരിക്കുന്നത്? അമ്മ പറഞ്ഞത് കേട്ട് നാമദേവൻ വൈക്കോൽ അന്വേഷിച്ച് ദൂരദിക്കിലേക്ക് പോയി വൈക്കോൽ വാങ്ങി വലിയ കെട്ടാക്കി കെട്ടി വളരെ പണിപ്പെട്ട് അത് തലയിൽ എടുത്തുകൊണ്ട് ഗൃഹത്തിലേക്ക് വരുമ്പോൾ വഴിയിൽ ആ ഭാരം കൊണ്ട് ദുഃഖിതനായി അത് ഇറക്കി വെച്ച് ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങി. ഭഗവാൻ അവിടെ വന്ന് നാമദേവ രൂപം ധരിച്ച് വൈക്കോൽ കെട്ട് തൻ്റെ തലയിലെടുത്ത് നാമദേവൻ്റെ ഗൃഹത്തിലേക്ക് പോയി വൈക്കോൽ മേയുവാൻ തുടങ്ങി. ആ സമയം നാമദേവൻ്റെ അമ്മ സങ്കടത്തോടെ പറഞ്ഞു, മകനെ, നീ വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും വളരെ ക്ഷീണിച്ചിരിക്കുന്നു. ഭക്ഷണം കഴിച്ചിട്ട് മേഞ്ഞാൽ മതി. അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ നാമദേവ രൂപധാരിയായ ഹരി പറഞ്ഞു, അമ്മേ, ഞാൻ ക്ഷണം കൊണ്ട് മേഞ്ഞു കളയാം. എന്നിട്ട് ഞാൻ കുളിച്ചു വരാം. അപ്പോഴേക്ക് അമ്മ ഭക്ഷണം തയ്യാറാക്കൂ. ആ ഗൃഹം വേഗത്തിൽ മേഞ്ഞു. ബാക്കിയുള്ള വൈക്കോലും കയറും മറ്റും എടുത്തിട്ട് പറഞ്ഞു, അമ്മേ, ഇത് എടുത്ത് വയ്ക്കൂ, ഞാൻ കുളിക്കാൻ പോകുന്നു. അമ്മയോട് ഇങ്ങനെ പറഞ്ഞ് ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ മറഞ്ഞു. നാമദേവൻ ഉറക്കം ഉണർന്നപ്പോൾ വൈക്കോൽ കണ്ടില്ല. ആരോ കൊണ്ടുപോയി എന്ന് വിചാരിച്ച് വേഗം തൻ്റെ ഗൃഹത്തിലേക്ക് വന്നു. അകലെ കുളിക്കാൻ പോയ മകനെ കാത്തുനിന്ന് അമ്മയെ കണ്ടപ്പോൾ ദുഃഖത്തോടെ പറഞ്ഞു, വൈക്കോൽ കൊണ്ടുവരുമ്പോൾ ക്ഷീണം കൊണ്ട് വഴിയിൽ കിടന്ന് കുറച്ച് ഉറങ്ങിപ്പോയി. ആ വൈക്കോൽ ആരോ കൊണ്ടുപോയി. ഞാൻ ഇങ്ങോട്ട് പോന്നു. നാമദേവൻ പറഞ്ഞത് കേട്ട് സുമതി വളരെ വിസ്മയത്തോടുകൂടി പറഞ്ഞു, നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? നിനക്ക് ചിത്തഭ്രമം ഉണ്ടായോ? നീ പുരമേഞ്ഞ് വൈക്കോലും കയറും മറ്റും എൻ്റെ പക്കൽ തന്ന് കുളിക്കാൻ പോയതല്ലേ? വിശന്നിരിക്കുന്ന നിന്നെ കാത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നു നിന്നത്. അമ്മ പറഞ്ഞത് കേട്ട് നാമദേവൻ വിസ്മിതനായി അമ്മയെ നമസ്കരിച്ചു തന്നെ വളരെ നിന്ദിച്ചു. എൻ്റെ ജന്മം വൃദ്ധം തന്നെ. ഭഗവാനെ കാണുവാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. നാമദേവൻ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഭക്ഷണം കഴിക്കുവാനായി നിർബന്ധിച്ചു. അപ്പോൾ അവൻ എഴുന്നേറ്റ് പോയി കുളിച്ച് ഗോവിന്ദനെ പൂജിച്ച് ഭക്ഷണം കഴിച്ചു. ഒരു ദിവസം മധ്യാഹ്ന സമയം നെറ്റിയിൽ ഭസ്മവും തുളസിമാലയും മറ്റും വൈഷ്ണവ ചിഹ്നങ്ങളുമെല്ലാം ധരിച്ച ഒരു സാധു നാമദേവൻ്റെ ഗൃഹത്തിൽ വന്നു. നാമദേവനോട് പറഞ്ഞു, അല്ലയോ ഭക്തോത്തമ, എനിക്ക് വിശക്കുന്നു, വേഗം ഭക്ഷണം തരൂ. അതിഥിയുടെ ഈ വാക്ക് കേട്ട് നാമദേവൻ പറഞ്ഞു, ഇന്ന് ഏകാദശി വ്രതമാണ്. എങ്ങനെയാണ് അന്നം ഭക്ഷിക്കുന്നത്? ഞാൻ അരി തരാം, അത് പാചകം ചെയ്ത് കഴിക്കൂ. അതിഥി പറഞ്ഞു, ഞാൻ പാകം ചെയ്ത് ഭക്ഷിക്കില്ല. ഇങ്ങനെയാണ് എൻ്റെ നിയമം. ഭക്ഷണകാലത്തിൽ ഞാൻ ഏത് ഗൃഹത്തിൽ പോകുന്നുവോ അവർ തരുന്ന അന്നം അവരോടുകൂടി ഭക്ഷിക്കുന്നതല്ലാതെ ഞാൻ തന്നെ ഭക്ഷിക്കില്ല. അതുകൊണ്ട് എനിക്ക് ഭക്ഷണം തന്ന് നീയും ഭക്ഷിക്കുക. ഞാൻ 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ നിന്നോട് വിശന്ന് അപേക്ഷിക്കുന്നു, എൻ്റെ മേൽ പ്രസാദിച്ച് എനിക്ക് അന്നം തരൂ. അതിഥിയുടെ വാക്ക് കേട്ട് നാമദേവൻ വിസ്മയത്തോടും ഭയത്തോടും കൂടി അവനെ സമാധാനിപ്പിച്ച് പറഞ്ഞു, അല്ലയോ
അല്ലയോ ഭഗവാൻ, പ്രസാദിക്കൂ. ഇന്ന് ഹരിവാസരമാണ്. ഇത് എനിക്ക് പ്രാണനേക്കാൾ താല്പര്യമുള്ളതാണ്. പ്രാണനെ ഞാൻ ത്യജിക്കുക. ഈ ഏകാദശി വ്രതം ഒരിക്കലും ത്യജിക്കില്ല. അതുകൊണ്ട് ഞാൻ ഭവാനോട് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. ഭവാന്റെ ഈ നിശ്ചയം എനിക്ക് വേണ്ടി ത്യജിക്കുക. ഭവാൻ ഭക്ഷണം കഴിക്കൂ. നാമദേവൻ പിന്നെയും പ്രാർത്ഥിച്ചിട്ടും അതിഥി സ്വീകരിച്ചില്ല. നാമദേവൻ ചിന്താക്രാന്തനായി ഒന്നും മിണ്ടാതെയിരുന്നു. അപ്പോൾ ആ അതിഥി വിശപ്പ് സഹിക്കുവാൻ വയ്യാതെ വീടിന് മുന്നിൽ തന്നെ ഇരുന്നു പകലെല്ലാം കഴിഞ്ഞു. സന്ധ്യയായപ്പോൾ നാമദേവൻ തൻ്റെ പതിവ് പ്രകാരമുള്ള പൂജ നടത്താനും രാത്രി ഉറക്കമൊഴിക്കാൻ വേണ്ടി കീർത്തനം പാടാനും പോയി. നാമദേവൻ തമ്പുരു എടുത്ത് സ്വയം ഉണ്ടാക്കിയ കീർത്തനങ്ങൾ പാടിയിരുന്നു. പ്രഭാതത്തിൽ അതിഥിയുടെ അടുക്കൽ വന്നു പറഞ്ഞു, ഹേ വൈഷ്ണവ, നേരം പുലർച്ചയായി. സ്നാനം കഴിച്ച് എന്നോടുകൂടി ഭക്ഷണം കഴിക്കൂ. ഭവാന്റെ പ്രതിജ്ഞ സഫലമായി. നാമദേവൻ ആ അതിഥിയുടെ സമീപത്ത് ചെന്ന് പിന്നെയും പിന്നെയും വിളിച്ചു. അതിഥി വിളി കേട്ടില്ല. പുതച്ച വസ്ത്രം എടുത്ത് നോക്കിയപ്പോൾ മരിച്ചതുപോലെ തോന്നി. കൈകൾ കൊണ്ട് എഴുന്നേൽപ്പിച്ചപ്പോൾ എഴുന്നേൽക്കുന്നില്ല. നാമദേവൻ കൃപാപരവശനായി ഉറക്കെ കരയുവാൻ തുടങ്ങി. അവൻ്റെ കരച്ചിൽ കേട്ട് ഗ്രാമവാസികൾ വന്നു. അവർ ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നത്? നാമദേവൻ അവരോട് പറഞ്ഞു, ഈ അതിഥി എൻ്റെ ഗൃഹത്തിൽ വന്ന് എന്നോട് ഭക്ഷണം ചോദിച്ചു. ഹരിവാസരം ആയതുകൊണ്ട് ഞാൻ ഭക്ഷണം കൊടുത്തില്ല. ഇവർ വിശപ്പ് സഹിക്കാൻ പാടില്ലാതെ മരിച്ചതാണ്. അതുകൊണ്ട് ഇവനെ കൊന്ന പാപം എനിക്കുണ്ട്, അതിന് സംശയമില്ല. അതുകൊണ്ട് ഇവനെ ദഹിപ്പിക്കുന്ന ചിതയിൽ ഞാൻ ഇവനോടുകൂടി മരിക്കും. ഞാൻ ഇവനോടുകൂടി ദഹിക്കുന്നതിന് നിങ്ങൾ ആരും എതിർക്കരുത്. ശ്രീഹരിയാണ്, ഇത് സത്യമാകുന്നു. നാമദേവൻ പറഞ്ഞത് കേട്ട് എല്ലാവരും ദുഃഖിതരായി. നാമദേവൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് അഗ്നിപ്രവേശം ചെയ്യരുതെന്ന് പ്രാർത്ഥിച്ചു. പുത്രൻ അത് സ്വീകരിച്ചില്ല. ഗ്രാമവാസികൾ എല്ലാവരും കൂടി ആ മരിച്ച അതിഥിയെ എടുത്ത് ശ്മശാനത്തിൽ കൊണ്ടുപോയി. നാമദേവൻ പിന്നാലെ പോയി. അവർ ചിതയുണ്ടാക്കി ശവം അതിൽ വെച്ചു. അഗ്നി എടുത്ത് അതിൽ പിടിപ്പിക്കുവാൻ തുടങ്ങി. മരിച്ചവനായ അതിഥി പറഞ്ഞു, എൻ്റെ മുഖത്ത് തീ വെക്കേണ്ട, ഞാൻ മരിച്ചിട്ടില്ല. നിന്റെ സത്യം പരീക്ഷിക്കാൻ ഞാൻ ഇങ്ങനെ ചെയ്തതാണ്. ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. ഞാൻ വരദനാണ്. നിനക്ക് എന്താണ് ആഗ്രഹം എന്ന് പറയൂ. നാമദേവൻ ചോദിച്ചു, ഭവാൻ ആരാണ്? എവിടെ നിന്നാണ് വന്നത്? അതിഥി പറഞ്ഞു, എനിക്ക് ഗൃഹമില്ല, പേരില്ല, പൂർണ്ണ ആശ്രമങ്ങളും ഇല്ല. ഞാൻ രാജ്യസഞ്ചാരിയാണ്. നിന്റെ സത്യം കണ്ട് ഞാൻ സന്തുഷ്ടനായി. ഞാൻ നിനക്ക് എന്താണ് ചെയ്യേണ്ടത് അത് പറയുക. ഇത് അദ്ദേഹം തന്നെ എന്ന് നിശ്ചയിച്ചു. നാമദേവൻ നമസ്കരിച്ചു. എനിക്ക് ഹരിഭക്തി ദൃഢമായി ഉണ്ടാകണം. ഭവാൻ എൻ്റെ ഗൃഹത്തിൽ വന്ന് ഊണ് കഴിച്ചു പോവുകയും വേണം. അതിഥിയെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നാമദേവൻ സന്തുഷ്ടചിത്തനായി സ്നാനം ചെയ്ത് ഗോവിന്ദനെ പൂജിച്ച് ഭക്ഷണം കഴിപ്പിച്ചു. ഒരിക്കൽ അതിധനികനായ ഒരു വൈശ്യൻ വിഠലനാഥനായ പാണ്ഡുരംഗനെ ദർശിക്കാൻ ധനത്തോടുകൂടി ചെന്ന് ഭീമാനദിയിൽ കുളിച്ചു. പാണ്ഡുരംഗനെ ദർശിച്ചു ഭക്തിയോടുകൂടി ബ്രാഹ്മണർക്ക് യഥായോഗ്യം ദാനം ചെയ്തു. ധനം ദരിദ്രന്മാർക്കും അഗതികൾക്കും കൊടുത്തു. ഇനി ഈ ദിക്കിൽ ആരെങ്കിലും വരുവാനുണ്ടോ? ഉണ്ടെങ്കിൽ അവരെ വരുത്തുക, അവരുടെ ഇഷ്ടപ്രകാരം ദ്രവ്യം കൊടുക്കാം, അയാൾ പറഞ്ഞു. ആ വൈശ്യൻ പറഞ്ഞത് കേട്ട് ആ ഗ്രാമവാസികൾ പറഞ്ഞു, നാമദേവൻ എന്നു പേരായ ഒരു വിഷ്ണുഭക്തനുണ്ട്. അദ്ദേഹം വന്നിട്ടില്ല, എവിടെയും പോവില്ല, ആരോടും ഒന്നും യാചിക്കില്ല, അല്പ ആഹാരം ഭക്ഷിക്കും. പണ്ഡിരപുരിനാഥനായ ശ്രീ വിഠലസ്വാമിയെ തൻ്റെ ഹൃദയത്തിൽ തന്നെ വെച്ച് പൂജിച്ചുകൊണ്ട് അരനിമിഷം പോലും പിരിയാതെ സന്തോഷത്തോടെ അദ്ദേഹം കാലം കഴിക്കുന്നു. വൈശ്യൻ ഇത് കേട്ട് തൻ്റെ പുത്രനോട് പറഞ്ഞു, ഹേ പുത്ര, വിഷ്ണുഭക്തനായിരിക്കുന്ന നാമദേവൻ്റെ ഗൃഹത്തിൽ നീ പോയി അദ്ദേഹത്തെ നമസ്കരിച്ച് വിനയത്തോടുകൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക. പുത്രൻ സന്തോഷത്തോടെ നാമദേവൻ്റെ ഗൃഹത്തിൽ പോയി നമസ്കരിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, ഹേ വിഷ്ണുഭക്ത, ധർമാത്മാവായിരിക്കുന്ന എൻ്റെ അച്ഛൻ ഭവാനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. ഭവാൻ ദയവ് ചെയ്ത് അത്രത്തോളം വരണം. നാമദേവൻ പറഞ്ഞു, ഞാൻ എവിടെയും പോവാറില്ല. എന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നവർ ആരാണ്? എന്തിനാണ് കാണുവാൻ ആഗ്രഹിക്കുന്നത്? ധർമ്മശീലനായിരിക്കുന്ന അവൻ എനിക്ക് വല്ലതും തരുവാനായി
ഇച്ഛിക്കുന്നു എങ്കിൽ എനിക്ക് യാതൊന്നിനും ആഗ്രഹമില്ല. പ്രാണരക്ഷയ്ക്ക് വേണ്ടുന്ന ആഹാരം എൻ്റെ പ്രഭു എനിക്ക് തരുന്നുണ്ട്. ഇത് നീ പോയി അച്ഛനോട് പറയൂ. വൈശ്യപുത്രൻ അച്ഛൻ്റെ സമീപത്ത് പോയി നാമദേവൻ പറഞ്ഞതെല്ലാം പറഞ്ഞു. അയാൾ പുത്രനോട് പിന്നെയും പറഞ്ഞു, മകനെ, നീ രണ്ടാമതൊന്നുകൂടി അവിടെ പോയി നല്ല വാക്കുകൾ പറഞ്ഞ് പ്രസാദിപ്പിച്ച് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരൂ. പുത്രൻ ആ ഗ്രാമവാസികളായ ചില വൃദ്ധന്മാരോടുകൂടി പുറപ്പെട്ട് നാമദേവൻ്റെ ഗൃഹത്തിൽ എത്തി തൊഴുതുകൊണ്ട് പറഞ്ഞു, ഹേ വൈഷ്ണവ, താമതം വന്നിരിക്കുന്നു. എൻ്റെ അച്ഛൻ പറഞ്ഞയച്ചത് കേൾക്കൂ. ഭവാൻ എൻ്റെ ഗൃഹത്തിലേക്ക് വരുന്നവരെ ആഹാരം കഴിക്കുകയോ ജലപാനം ചെയ്യുകയോ ചെയ്യുകയില്ല. ഇങ്ങനെ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഭവാൻ വന്നില്ലെങ്കിൽ അച്ഛൻ മരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. ഭവാൻ ഭഗവത് ഭക്തനാണല്ലോ. ഭക്ത വാത്സല്യാദി ഗുണങ്ങൾ ഭവാൻ ഉണ്ടാവും എന്നുള്ള നിശ്ചയം കൊണ്ടാണ് അച്ഛൻ ഇങ്ങോട്ട് വരാത്തത്. ആ വൈശ്യപുത്രനും വൃദ്ധന്മാരും പറഞ്ഞപ്പോൾ നാമദേവൻ സന്തോഷത്തോടുകൂടി എഴുന്നേറ്റ് ദാനശീലനായിരിക്കുന്ന വൈശ്യൻ്റെ ഗൃഹത്തിൽ പോയി. വൈശ്യൻ നാമദേവനെ കണ്ട് സന്തോഷത്തോടുകൂടി എഴുന്നേറ്റ് നാമദേവനെ പൂജിച്ചു പറഞ്ഞു, ഹേ ഭക്തശ്രേഷ്ഠ, പ്രസാദിക്കൂ. ഞാൻ തരുന്നത് സ്വീകരിച്ച് എന്നെ കൃതകൃത്യനാക്കുക. വൈശ്യൻ്റെ വാക്ക് കേട്ട് നാമദേവൻ, ഞാൻ അതിനുവേണ്ടി വന്നതല്ല. എനിക്ക് ധനം മുതലായവയിൽ ആഗ്രഹമില്ല. അത് ഇവർക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ ദാനം വാങ്ങാത്ത തെറ്റ് ക്ഷമിക്കണം. നാമദേവൻ പറഞ്ഞു, നിന്റെ ഇഷ്ടപ്രകാരം ദ്രവ്യം എനിക്ക് തരൂ. നിന്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ സ്വീകരിക്കാം. ഒരു തുളസി പത്രത്തെ എടുത്ത് രാമ എന്നുള്ളതിൻ്റെ അർത്ഥാക്ഷരം ആ തുളസി പത്രത്തിൽ എഴുതി ആ വൈശ്യനോട് പറഞ്ഞു, നീ എനിക്ക് വല്ലതും തരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ തുളസീപത്രം എത്ര തൂക്കമുണ്ടോ അത്ര ദ്രവ്യം എനിക്ക് തന്നാൽ മതി. നാമദേവൻ പറഞ്ഞത് കേട്ട് വൈശ്യൻ പറഞ്ഞു, ഹേ ഭക്ത, ഭവാൻ ഭക്തനായിരിക്കുന്ന എന്നെ പരിഹസിക്കുന്നത് യോഗ്യമോ? ഞാൻ ഇഷ്ടപ്രകാരം തരുന്നതെല്ലാം വാങ്ങണം. ഞാൻ നിന്നെ പരിഹസിക്കുന്നില്ല. ആ തുളസീപത്രം നിന്റെ സകല ധനത്തേക്കാൾ അധികം തൂക്കമുള്ളതായിരിക്കും. അതിന് സമമായി യാതൊന്നും ഈ ഭൂമിയിലില്ല. വൈശ്യൻ തുലാസ് കൊണ്ടുവന്ന് ഒരു തട്ടിൽ കുറേ സ്വർണം നിറച്ച് മറ്റേ തട്ടിൽ രാമനാമാർത്ഥം എഴുതിയതായ തുളസിയില വെച്ചു. അപ്പോൾ ആ തുളസിയില വെച്ച തട്ട് താഴ്ന്നു കിടന്നു. വൈശ്യൻ ധാരാളം സ്വർണം തട്ടിൽ വെച്ചു. മറ്റേ തട്ടിനൊപ്പം അത് തൂങ്ങിയില്ല. അപ്പോൾ വേറെ ഒരു തുലാസ് കൊണ്ടുവന്ന് അതിൽ വെച്ചു നോക്കി. അത് സാമ്യമായില്ല. പിന്നെയും വൈശ്യൻ വളരെ വലിയ ഒരു തുലാസ് കൊണ്ടുവച്ചു. അതിൽ സകല സ്വത്തുക്കളെയും വെച്ച് തൂക്കി നോക്കി. എന്നിട്ട് ശരിയായില്ല. നാമദേവൻ വൈശ്യനോട് പറഞ്ഞു, ഹേ വൈശ്യ, ആശ്ചര്യം! നീ ചെയ്തിട്ടുള്ള സകല ദാനങ്ങളുടെയും വ്രതങ്ങളുടെയും തീർത്ഥസേവകളുടെയും ഉപവാസങ്ങളുടെയും ഫലങ്ങളെ എല്ലാം സങ്കല്പിച്ച് ജലം എടുത്ത് അതിൽ തളിച്ചു നോക്കൂ. വൈശ്യൻ സർവ്വ സുഹൃതങ്ങളുടെയും ഫലം സങ്കല്പിച്ച് തൂക്കി നോക്കിയിട്ട് രാമനാമാർത്ഥം എഴുതിയ തുളസി പത്രത്തിനോട് അല്പമെങ്കിലും സാമ്യമായി കണ്ടില്ല. ഇത് കണ്ട് എല്ലാവരും വിസ്മയിച്ചു. നാമദേവൻ അവരോട് പറഞ്ഞ്, ഇതാണ് എൻ്റെ ധനം. ഇങ്ങനെയുള്ള ധനം ലോകത്തിൽ ആർക്കും ഉണ്ടാകയില്ല. അതുകൊണ്ട് ലോകത്തിൽ എല്ലാവരും എന്നേക്കാൾ നിർധനന്മാരാണെന്നാണ് വെച്ചിട്ടാണ് ഞാൻ ആരോടും യാചിക്കാത്തത്. നാമദേവൻ പറഞ്ഞത് കേട്ട് എല്ലാവരും സ്തുതിച്ചു. രാമനാമത്തിൻ്റെ മാഹാത്മ്യം പ്രത്യക്ഷമായി കണ്ടു. വിഷ്ണു ഭക്തന്മാരിൽ ഒരാളായ കോര എന്നു പേരുള്ള കുംഭകാരൻ പണ്ഡരീനാഥ ക്ഷേത്രത്തിൽ കൂടിയിരുന്ന ഭക്തന്മാരെ വന്ദിച്ചു വിനയത്തോടെ പറഞ്ഞു, അല്ലയോ ഭവാനായ ഭാഗവത ശ്രേഷ്ഠന്മാരെ, നിങ്ങളെല്ലാവരും എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ചെയ്യുന്ന പൂജ സ്വീകരിക്കണം. ആ ഭക്തന്മാർ എല്ലാവരും അത് സമ്മതിച്ചു. അവൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ ആ ഘോര കുംഭകാരൻ ആ ഭക്തന്മാരെ എല്ലാവരെയും സകല ഉപചാരങ്ങളോടുകൂടി പൂജിച്ചിരുത്തി അവർ ഭാഗവത് കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു. ജ്ഞാനേശ്വരൻ കോര കുംഭകാരനോട് പറഞ്ഞു, അല്ലയോ ഭക്തശിഖാമണേ, നീ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നവർ ആകയാൽ ഇപ്പോൾ വരിയായി വച്ചിരിക്കുന്ന പാത്രങ്ങളിൽ വേവാത്ത പാത്രം ഏതാണ്, വെന്ത പാത്രം ഏതാണ് എന്ന് പരീക്ഷിച്ച് ഞങ്ങളോട് പറയണം. ജ്ഞാനേശ്വരൻ്റെ സാരസ്യ വാക്കുകൾ കേട്ട് കോരകുംഭകാരൻ സന്തോഷിച്ചു പറഞ്ഞു, ഹേ സ്വാമിൻ, സംസാരികൾക്ക് ഉപയോഗമായ സാധാരണ മൺപാത്രങ്ങൾ പരീക്ഷിപ്പാൻ എനിക്ക് അറിയാം. അതല്ലാതെ
കർമാനുസാരമായി സർവേശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ട പഞ്ചഭൂതങ്ങളുടെ തരാതരങ്ങളെ അറിഞ്ഞു പറയുവാൻ ജ്ഞാനമില്ലാതെ ഞാൻ സമർത്ഥനല്ല. എങ്കിലും ഭവാന്റെ കൽപ്പന ഞാൻ സ്വീകരിച്ച് ഒരുവിധം പരമാർത്ഥം പറയാം. എന്നാൽ കുട്ടികളുടെ വാക്കുകളെ അച്ഛനമ്മമാർ കേട്ട് സന്തോഷിക്കുന്നത് പോലെ ശ്രീ പാണ്ഡുരംഗ ഭക്തന്മാരായിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നതിൽ സന്തോഷിക്കണം. കോര താൻ മൺപാത്രങ്ങളെ തട്ടുന്ന ഒരു പലക എടുത്ത് അവിടെ വരിവരിയായിരിക്കുന്ന പരമഭാഗവതന്മാരുടെ തലകളിന്മേൽ ഊങ്ങി ഊങ്ങി ഓരോ അടി അടിച്ചു കൊണ്ടുവരുമ്പോൾ അവർ എല്ലാവരും ഭഗവദ്ധ്യാനശീലന്മാരായി പ്രപഞ്ചാതീതന്മാരായതുകൊണ്ട് ഇവൻ അടിക്കുന്നത് ഓർമ്മ വയ്ക്കാതെ ഭഗവത് ധ്യാനത്തിൽ ലയിച്ചു കൊണ്ടിരുന്നു. നാമദേവൻ ഭഗവത് ഭക്തിയിൽ മറ്റെല്ലാവരേക്കാളും ശ്രേഷ്ഠനായിരുന്നാലും ഗുരുകുലവാസം ചെയ്യാത്തതിനാൽ അഖണ്ഡജ്ഞാനം അല്പം കുറവായിരുന്നു. അതുകൊണ്ട് കോര വന്നപ്പോൾ ചോദിച്ചു, എന്നെ എന്തിനാണ് അടിക്കുന്നത്? അത് കണ്ട് കുംഭകോരൻ പറഞ്ഞു, ഈ വരിയിൽ ഇത് വേവാത്ത പാത്രമാണ്. ഈശ്വര സൃഷ്ടിയിൽപ്പെട്ട ഒരുവരെയും അപമാനിച്ചുകൂടാ എന്ന അഭിപ്രായമുള്ള ആ ഭക്തന്മാർ എല്ലാവരും നാമദേവന് അപമാനം ഉണ്ടായാൽ മാത്രമേ ഈ കുറവ് തീരുകയുള്ളൂ എന്ന് വിചാരിച്ച് ഉറക്കെ കൈകൊട്ടിച്ചിരിച്ചു. എല്ലാവരും എഴുന്നേറ്റ് വേവാത്ത പാത്രത്തെ പരീക്ഷിച്ചറിഞ്ഞ് പറഞ്ഞതുകൊണ്ട് നീ പാത്രപരീക്ഷയിൽ സമർത്ഥൻ തന്നെ എന്ന് കോര കുംഭകാരനോട് പറഞ്ഞ് മടങ്ങിപ്പോയി. നാമദേവൻ ദുഃഖിതനായി ശ്രീ പുണ്ഡരീനാഥൻ്റെ സന്നിധിയിൽ ചെന്ന് നമസ്കരിച്ച് തൊഴുതുകൊണ്ട് പറഞ്ഞു, ഹേ സ്വാമിൻ, ഞാൻ ഇന്ന് അപമാനിക്കപ്പെട്ടു. ഭഗവാൻ മന്ദഹസിച്ചുകൊണ്ട് നാമദേവനോട് ചോദിച്ചു, വത്സ, നിന്നെ ആരെന്തു ചെയ്തു? നാമദേവൻ ഭക്തന്മാരുടെ ഇടയിൽ ഉണ്ടായ കാര്യം എല്ലാം വിവരിച്ചു പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, നാമദേവ, കോര കുംഭകാരൻ പറഞ്ഞത് സത്യമാണ്. ജ്ഞാനേശ്വരൻ മുതലായ ഭക്തന്മാർ നിനക്ക് അഖണ്ഡജ്ഞാനം ഉണ്ടാകുവാൻ വേണ്ടി നിന്റെ മനസ്സ് ദുഃഖിപ്പിച്ചു. നീ ഒരു സദ്ഗുരുവിനെ സേവിച്ച് ജ്ഞാനോപദേശം വാങ്ങി കൃതാർത്ഥനാവൂ. നാമദേവ, വിശോപകേശൻ എന്ന പേരായി ഒരാളുണ്ട്. നീ പോയി അവനെ ആശ്രയിക്കൂ. അവൻ നിന്നെ ജ്ഞാനസമ്പന്നനാക്കും. അതുകൊണ്ട് നീ പോയി ഉപദേശം വാങ്ങി വരൂ. നാമദേവൻ ഉടനെ വിശോപകേശൻ എവിടെയാണെന്ന് അന്വേഷിച്ചു തുടങ്ങി. അപ്പോൾ നാഗനാഥ സ്വാമികളുടെ സന്നിധിയിൽ ഇരിക്കുന്നുണ്ടെന്നറിഞ്ഞ് അവിടേക്ക് പോയി. നാമദേവൻ നാഗനാഥ ക്ഷേത്രത്തിൽ പോയി വിശോപകേശരെ അന്വേഷിച്ചു. വിശോപകേശൻ ക്ഷേത്രത്തിനുള്ളിൽ കടന്ന് ലിംഗമൂർത്തിയായിരിക്കുന്ന നാഗനാഥ സ്വാമിയുടെ ശിരസിൽ 2 കാലുകളെയും വെച്ച് ഉറങ്ങുന്നത് കണ്ടു. നാമദേവൻ വിചാരിച്ചു, ഇത് ഏത് വിപരീതമാണ്? ഈ ഭ്രാന്തൻ ശിവലിംഗത്തിൻ്റെ മീതെ കാൽ വെച്ചുകൊണ്ട് ഉറങ്ങുന്നുവല്ലോ. ഇങ്ങനെയുള്ള മൂഢനെ ജ്ഞാനസമ്പന്നനാണെന്ന് പറഞ്ഞ് ഭഗവാൻ എന്നെ ഇവിടേക്ക് അയച്ചു. ഞാൻ അബദ്ധപ്പെടാതെ ഇവരുടെ വിചാരത്തെ പരീക്ഷിക്കാം. നാമദേവൻ വിശോപകേശരുടെ അടുക്കൽ ചെന്ന് കൈകൊട്ടി അദ്ദേഹത്തിൻ്റെ ഉറക്കം ഉണർത്തി ചോദിച്ചു, ഇതെന്ത് കഷ്ടമാണ്? സൽപുരുഷന്മാർക്ക് അലങ്കാരമായിരിക്കുന്ന ഭവാൻ ലിംഗമൂർത്തിയുടെ ശിരസിൽ കാൽ വെച്ചുകൊണ്ട് ഉറങ്ങുന്നതിന് കാരണം എന്താണ്? അത് എനിക്ക് പറഞ്ഞു തരണം. വിശോപകേശൻ പറഞ്ഞു, ഞാൻ ഉറക്കം കൊണ്ട് ഒന്നും അറിയാതെ അവിവേകത്താൽ ഈ കുറ്റം ചെയ്തതാണ്. എൻ്റെ ശരീരം വളരെ സ്ഥൂലിച്ചതുകൊണ്ട് എനിക്ക് സ്വാധീനമില്ല. അതുകൊണ്ട് നീ ദയവ് ചെയ്ത് ലിംഗമൂർത്തിയുടെ മേൽ വെച്ചിരിക്കുന്ന കാലുകൾ എടുത്ത് സ്വാമിയില്ലാത്ത ദിക്കിൽ വയ്ക്കൂ. നാമദേവൻ നല്ലതെന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ കാലുകൾ എടുത്ത് താഴ്ത്ത് വയ്ക്കുവാൻ ഭാവിച്ചപ്പോൾ അവിടെ ഒരു ശിവലിംഗം കണ്ടു. അപ്പോൾ വേറെ ഒരു ദിക്കിൽ വയ്ക്കുവാൻ ഭാവിച്ചു. അവിടെയും ശിവലിംഗം കണ്ടു. അത് കണ്ട നാമദേവൻ അത്ഭുതപ്പെട്ടു. നിവർന്നു നോക്കുമ്പോൾ അവിടെയെല്ലാം ശിവലിംഗമായിരുന്നു. ഇതെന്ത് വിദ്യയാണെന്ന് വിചാരിച്ച് ആ ക്ഷേത്രം മുഴുവനും നോക്കിയപ്പോൾ സകലവും ശിവലിംഗമായിരിക്കുന്നു. അവസാനം തന്നെയും ഒരു ശിവലിംഗമായി കണ്ടു. നാമദേവൻ വിശോപകേശരുടെ കാലുകൾ താഴെ വെച്ച് പറഞ്ഞു, ഹേ ഗുരുശ്രേഷ്ഠ, ഭവാന്റെ പാദസ്പർശത്തിനാൽ തന്നെ സകല വസ്തുക്കളും ഭഗവത് സ്വരൂപമായി തോന്നുന്നു. ഇനി ഭവാന്റെ വചനാമൃതം കാതിൽപ്പെട്ടാൽ ഞാൻ അഖണ്ഡജ്ഞാന സമ്പൂർണനായി സംസാരസാഗരത്തെ കടക്കുവാൻ സമർത്ഥനാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഭവാന്റെ പ്രഭാവത്തെ ശ്രീ പാണ്ഡുരംഗസ്വാമി അറിയുന്നതല്ലാതെ അജ്ഞാനിയായ ഞാൻ എങ്ങനെ അറിയും?
വിശോപകേശൻ നാമദേവനോട് പറഞ്ഞു, ഹേ വിഷ്ണുഭക്ത, ജീവാത്മാവ് മായാമയനായിരിക്കുന്ന ശരീരത്തിൽ പ്രവേശിച്ച് വസിക്കുന്നത് പോലെ സർവേശ്വരൻ സകല ചരാചരങ്ങളെയും തൻ്റെ ശരീരമായിരിക്കുന്നു. മനുഷ്യൻ ഞാൻ ബാലനാണെന്നും ഞാൻ വൃദ്ധനാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഞാൻ എന്ന പദത്തിൻ്റെ ഉടമസ്ഥൻ ദേഹത്തിനുള്ളിലിരിക്കുന്ന ജീവാത്മാവാകുന്നു. ബാല്യവും വാർദ്ധക്യവും ശരീരധർമ്മങ്ങളാകുന്നു. അത് ആത്മാവിന് സംബന്ധമില്ല. അങ്ങനെ ഇരിക്കെ ദേഹസംബന്ധം കൊണ്ട് ദേഹധർമ്മങ്ങളെ ആത്മാവിൽ ആരോപിച്ച് ഞാൻ ബാലൻ, ഞാൻ വൃദ്ധൻ എന്നിങ്ങനെ വ്യവഹരിച്ചു കൊണ്ടിരിക്കുന്നു. സകല ചരാചരങ്ങളെയും ഭഗവാൻ തൻ്റെ ശരീരമായി ഗ്രഹിച്ചിരിക്കുന്നതിനാൽ അഖണ്ഡജ്ഞാനി എല്ലാറ്റിനും ഭഗവാനെ കണ്ടുകൊണ്ട് എല്ലാം ചെയ്യുന്നതും എല്ലാം ചെയ്യിക്കുന്നതും ഭഗവാനാണെന്ന് നിശ്ചയിക്കേണ്ടതാണ്. അതിനാൽ യഥാർത്ഥ ജ്ഞാനമുള്ളവർക്ക് ദ്രോഗ ദേശാദികൾ ഒഴിഞ്ഞുപോകും. സകല ഭൂതങ്ങളുടെയും ഹൃദയങ്ങളിൽ വസിക്കുന്ന ഈശ്വരൻ പ്രതിമകളെ സൂത്രധാരൻ ആട്ടുന്നത് പോലെ സകല ഭൂതങ്ങളെയും ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അന്തര്യാമിയായിരിക്കുന്ന സർവേശ്വരൻ ചെയ്യിക്കുന്ന കാര്യങ്ങളിൽ പ്രാണികൾ കർത്താക്കന്മാരാണെന്ന് വിചാരിക്കുന്നവർ മൂഢന്മാരെ പോലെ അജ്ഞാനികൾ തന്നെയാണ്. വെയിലിൽ നിന്ന് സൂര്യനെ നോക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് അന്യവസ്തുക്കളെ കാണാത്തതുപോലെ ബ്രഹ്മനിഷ്ഠനായി ബ്രഹ്മാനുഭവത്തെ ചെയ്യുന്നവൻ്റെ കണ്ണുകൾ കൊണ്ട് ബ്രഹ്മാനന്ദമല്ലാതെ വേറെ ഒന്നും തോന്നുന്നില്ല. നീ പാണ്ഡ്യരംഗ സ്വാമികളുടെ കൽപ്പനയാൽ ഇവിടെ വന്നതുകൊണ്ട് നിന്റെ കണ്ണുകൾക്ക് സർവവസ്തുക്കളും പാണ്ഡ്യരംഗ സ്വരൂപമായി തന്നെയായിരിക്കും. വിശോപകേശൻ ഉപദേശിച്ചത് കേട്ട് നാമദേവൻ ആനന്ദപരവശനായി ഗുരുവിനെ വീണ് നമസ്കരിച്ചു. ഹേ സ്വാമിൻ, ഞാൻ കൃതാർത്ഥനായി. എൻ്റെ സകല സംശയങ്ങളും തീർന്നു. ഞാൻ ഭവാന്റെ കൽപ്പനപ്രകാരം നടന്നുകൊള്ളാം. അപ്പോൾ ഗുരു എഴുന്നേറ്റ് നാമദേവൻ്റെ ശിരസിൽ തൻ്റെ കൈവച്ച് അഖണ്ഡ പരമ സ്വരൂപം ഉപദേശിച്ച് അനുഗ്രഹിച്ചയച്ചു. ഒരിക്കൽ നാമദേവൻ ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാനെ നോക്കി പറഞ്ഞു, ഹേ ദേവാ, ഭവാന്റെ അനന്ത കല്യാണ ഗുണങ്ങളെ എത്ര വിധമായി പാടിയാലും എനിക്ക് തൃപ്തിയുണ്ടാകുന്നില്ല. ഭഗവാന്റെ ഗുണാനുഭവത്തിൽ ആശ്ചര്യം വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് രാമായണം പോലെ കീർത്തനങ്ങൾ എഴുതാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഭഗവാൻ മന്ദഹാസത്തോടുകൂടി നാമദേവനെ നോക്കി പറഞ്ഞു, ഹേ നാമദേവ, മനുഷ്യ ശരീരം ഏറ്റവും അനിത്യമാണെന്ന് നീ അറിയുന്നില്ലല്ലോ. ഇങ്ങനെ ഇരിക്കെ വലിയ ഒരു കീർത്തനം എഴുതാൻ നീ ആഗ്രഹിച്ചത് എങ്ങനെ സാധിക്കും? പുരുഷന് പരമായുസ് 100 വർഷമാണ്. അതിൽ പകുതി നിദ്ര കൊണ്ട് വെറുതെ പോകുന്നു. പിന്നെ പകുതി ബാല്യം കൊണ്ടും വാർദ്ധക്യം കൊണ്ടും രോഗം കൊണ്ടും വ്യസനം കൊണ്ടും വൃദ്ധമായി പോകുന്നു. ബാക്കിയുള്ള കാലം വിശ്വസിപ്പാൻ പാടുള്ളതല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മരണം എന്നുള്ളത് ബാല്യത്തിലോ കൗമാര്യത്തിലോ യൗവനത്തിലോ വാർദ്ധക്യത്തിലോ വീട്ടിലോ കാട്ടിലോ വെള്ളത്തിലോ തീയിലോ എപ്പോഴാണ് എങ്ങനെയാണെന്ന് നിശ്ചയിക്കാൻ പാടില്ലാത്തതാണ്. നാമദേവൻ ഭഗവാന് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ദേഹത്തെയും ശക്തിയെയും വിശ്വസിച്ച് ഇങ്ങനെ ആഗ്രഹിച്ചതല്ല. ആശ്രയിച്ചവരുടെ ഇഷ്ടത്തെ കൊടുക്കുന്നത് ഭവാന്റെ ധർമ്മമല്ലേ. ഭക്തനായ ഞാൻ ഭവാന്റെ ബലത്തെ വിശ്വസിച്ച് ഇങ്ങനെ ആഗ്രഹിച്ചതാണ്. ഭവാൻ സകലത്തിലും ശക്തനായിരിക്കെ ഭവാന്റെ ദാസനായ ഞാൻ ആഗ്രഹിച്ചത് എങ്ങനെ സാധിക്കാതിരിക്കും? ഭഗവാൻ സന്തോഷിച്ച് പറഞ്ഞു, നാമദേവ, നിന്റെ അഭീഷ്ടം സാധിക്കും. നാമദേവൻ സരസ്വതീ ദേവിയെ സ്മരിച്ചു. അപ്പോൾ സരസ്വതീ ദേവി വന്ന് നമസ്കരിച്ചു പറഞ്ഞു, സ്വാമിൻ, ഭവാന്റെ വൈഭവങ്ങളെ സ്തുതിക്കുവാൻ ബ്രഹ്മാവ്, ശിവൻ, സനകാദികൾ ഇവരാൽ സാധ്യമല്ലാതെ ഇരിക്കുന്നു. നാമദേവൻ്റെ നാവിൽ ഇരുന്ന് ഭവാനെ സ്തുതി ചെയ്തുകൊള്ളാം. അങ്ങനെ പാടുന്ന വേഗത്തിൽ എഴുതാൻ സാമർഥ്യമുള്ള ഒരു പുരുഷൻ വേണം. സരസ്വതിയുടെ വാക്ക് കേട്ടപ്പോൾ ഭക്തവത്സനായിരിക്കുന്ന ഭഗവാൻ ഓലയും എഴുത്താണിയും കയ്യിലെടുത്ത് ഞാൻ തന്നെയാണ് അതിന് തക്ക സമർത്ഥൻ എന്ന് വിചാരിച്ച് എഴുതുവാൻ തുടങ്ങി.
മുഴുവനാക്കാൻ നാമദേവന് കഴിഞ്ഞില്ല. നാമദേവനെ അവസാനകാലമായതുകൊണ്ട് ദേഹം വളരെ ഉപദ്രവമായി തോന്നി. ദിവ്യപദവി പ്രാപിക്കുവാൻ ബദ്ധപ്പാടുണ്ടായി. ഭഗവാൻ നാമദേവനോട് പറഞ്ഞു, ഹേ പുത്ര, നീ ദുഃഖിക്കേണ്ട. നീ ആഗ്രഹിച്ച പ്രകാരം ദിവ്യലോകത്തേക്ക് പോവൂ. ഇത് കേട്ട് നാമദേവൻ സന്തോഷത്തോടുകൂടി വിഷ്ണുലോകത്തേക്ക് പോയി. എന്നാൽ നാമദേവൻ എഴുതിയ കീർത്തനങ്ങൾ അതിശ്രേഷ്ഠങ്ങളാണ്. അവ ഗുജറാത്തിലെ ഗ്രാമങ്ങളിൽ ഇന്നും അലതല്ലുന്നു. അവ ഭാരതത്തിൻ്റെ ഗീതങ്ങളാണ്. അപ്പോൾ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. എല്ലാവരും ഈ കഥ മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള കഥകൾ ഇനിയും പ്രതീക്ഷിക്കാം. നമസ്കാരം.